ചപ്പാത്ത് ചെങ്കര റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയും ക്രമക്കേടും ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നടത്തിവന്ന പ്രതിഷേധത്തിനൊടുവിൽ നിർമ്മിതി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ചർച്ച നടത്തി. അന്തരിച്ച മുൻ MLA വാഴൂർ സോമന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും റോഡ് ടാർ ചെയ്ത ഐറിഷ് റോഡ് നിർമ്മിക്കുന്നതിനായി 50 ലക്ഷം രൂപയായിരുന്നു അനുവദിച്ചിരുന്നത്. നിർമ്മാണത്തിനായി അനുവദിച്ച ഫണ്ടുകൾ കളക്ടർ ചെയർമാനായ നിർമ്മിതിയെ ഏൽപ്പിക്കുകയും നിർമ്മിതി അധികൃതർ കട്ടപ്പന സ്വദേശിയായ കരാറുകാരന് ഉപകരാർ നൽകുകയുമായിരുന്നു. ഉപകരാർ ഏറ്റെടുത്തയാൾ പ്രവൃത്തി പലതവണ ഉഴപ്പുകയും യാത്രാക്ലേശം ദുരിതമാവുകയും ചെയ്തതോടുകൂടി നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്തെത്തി. ഫണ്ട് ചെലവഴിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുകയും റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കളക്ടർ അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ നിർമ്മിതിയിലെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നിർമ്മിതി പാലാ ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ ചപ്പാത്ത് സിമന്റ് പാലം ജംഗ്ഷനിലെത്തി നാട്ടുകാരുമായും സമരസമിതിയുമായി ചർച്ച നടത്തുകയും പരിശോധനയും നടത്തിയത്. എയുമായിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനായിട്ടുള്ള കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ തരികയുണ്ടായി. ഇതിന്റെ വീതി എന്താണ്, ഇത് ഇപ്പം ചെയ്തിരിക്കുന്നത് സിമന്റ് പാലം വരെ ഫുൾ ടാറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, 2 സൈഡ് ഐറിഷ് ആണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾക്കെല്ലാവർക്കും, ഈ ജനങ്ങൾക്കെല്ലാവർക്കും ഒരു കിട്ടിയ ഒരു വിവരം, ചപ്പാത്ത് മുതൽ ഈ വള്ളക്കടവ് മുക്ക് വരെയാണ് ഇത് ചെയ്യേണ്ടിയിരുന്നതെന്നുള്ള ഒരു വിവരമാണ് കിട്ടിയത്. സിമന്റ് പാലം, ചപ്പാത്ത് ടൗണിൽ എന്നിവിടങ്ങളിൽ ഉണ്ടായ വെള്ളക്കെട്ട് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നും അപാകത സംഭവിച്ച സ്ഥലങ്ങളിൽ തുടർ നിർമ്മാണം നടത്തി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നും ഇവർ ഉറപ്പ് നൽകി. 3-3.5 മീറ്റർ വീതിയിലാണ് നമ്മളിത് ചെയ്തത്. പക്ഷേ അതിനുശേഷം ആ കുറവുള്ള ദൂരം കൂടെ നമ്മൾ കൂടുതലായിട്ടുള്ള ദൂരം ഈ ടാറിങ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാതെ മറ്റു വേറെ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നും നമ്മളിവിടെ വന്ന് പരിശോധിച്ച് കാണുന്നില്ല. ഈ ഓടയുമായിട്ട് ബന്ധപ്പെട്ട് ഓട ചെയ്യാനായിട്ട് ഇവിടെ നിലവിൽ സ്ഥലമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാറിങ് പോലും നമ്മൾ 4 മീറ്റർ കൊടുത്ത് ചെയ്യാൻ പറ്റാതെ വന്നത് സൈഡിലോട്ട് ഇട കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ഓട കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടൊരു കാര്യമാണ്. അത് ചെയ്യാനായിട്ടുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ട്, ആരും സ്ഥലം വിട്ടു കൊടുക്കാൻ തയ്യാറുള്ള ഒരു സാഹചര്യത്തിലല്ല. സിമന്റ് പാലത്തിന് സമീപം റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തി പച്ചക്കാട് റോഡിലുള്ള റോഡിന് നടുവിലൂടെ ഓടയിലേക്ക് വെള്ളമൊഴുക്ക് തിരിച്ചുവിടുവാനുള്ള നടപടി സ്വീകരിക്കുകയും സിമന്റ് പാലം മുതൽ വള്ളക്കടവ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡ് പണിയിലെ വീഴ്ച പരിഹരിക്കും എന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. നിർമ്മിതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായ ടോമിച്ചൻ ജോസഫ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഞ്ജിത മോഹനൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സജിമോൻ ജോസഫ് എന്നിവരും സമരസമിതിയിൽ നിന്നും VV പ്രമോദ് കുമാർ, CJ സ്റ്റീഫൻ, ഷാജി മാത്യു, ഷാജി P ജോസഫ്, സിജോ വർഗീസ് എന്നിവരും ഗ്രാമപഞ്ചായത്ത് അംഗം വിനീത ബിനു, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം B ബിനു എന്നിവരും പങ്കെടുത്തു. സിറ്റി വിഷൻ, ഉപ്പുതറ.